BJP നേതാവായിരുന്ന MS കുമാറിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2009 മുതൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി. കഴിഞ്ഞ 5 വർഷമായി സ്ഥാപനത്തിൽ ഓഡിറ്റില്ല. രേഖകളൊന്നുമില്ലാതെ വ്യാപാര വായ്പകൾ തോന്നും പോലെ നൽകിയെന്നും സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ. ഉമേഷ്, 2009 മുതൽ ഈ ക്രമക്കേട് അല്ലെങ്കിൽ ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി എന്ന് മനസ്സിലാക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷമായി ഓഡിറ്റ് പോലും നടക്കുന്നില്ല. ഒപ്പം തന്നെ ഈ രേഖകളൊന്നുമില്ലാതെ വ്യാപാര വായ്പകൾ തോന്നും പോലെ നൽകിയെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തൊക്കെ കണ്ടെത്തലുകളാണ് കൂടുതലായി ഉള്ളത്? നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു 2 വർഷമായിട്ട് ഇതിന്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇത് 2 വർഷത്തോളമായിട്ട് കൃത്യമായിട്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ 2 വർഷം മുൻപല്ല, അതിന് മുൻപേ തുടങ്ങിയിരിക്കുന്നു ബാങ്കിന്റെ താളം തെറ്റൽ എന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? തീർച്ചയായും MS കുമാർ പ്രസിഡന്റായ സഹകരണ സംഘത്തിൻ്റെ കൂടുതൽ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതായത് ഇത്തരത്തിൽ 2004 MS കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സഹകരണ സംഘം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. തിരുവിതാംകൂർ സഹകരണ സംഘം എന്ന പേരിൽ ആരംഭിച്ചു. അതിനുശേഷം 5 വർഷം കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു പോയി. അതായത് സഹകരണ നിയമപ്രകാരം കൃത്യമായി വായ്പാ നിക്ഷേപ പരിധിയെല്ലാം കൃത്യമായി കണക്കാക്കി പ്രവർത്തിച്ചു പോയി. 2009 ആയോടുകൂടി അതിനുശേഷമാണ് ഈ വായ്പാ നിക്ഷേപ പരിധികൾ തമ്മിലുള്ള ബാലൻസിങ്, അതായത് 80% കൂടാൻ വായ്പ കൊടുക്കുന്നത് കുറയാൻ പാടില്ല. അത്തരത്തിലൊരു വായ്പയും നിക്ഷേപവും തമ്മിലുള്ള അനുപാതം 80% എന്നുള്ളതാണ് സഹകരണ നിയമം. ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തി തുടങ്ങി. അതായത് 2009 60% കുറഞ്ഞു. ഒടുവിൽ 2019-20 കാലഘട്ടത്തിലാണ് അവസാന ഓഡിറ്റ് നടക്കുന്നത്. അവസാന ഓഡിറ്റിൽ അത് 37% കുറഞ്ഞു. അതായത് ലഭിക്കുന്ന നിക്ഷേപങ്ങൾ പൂർണ്ണമായി ലോണായി നൽകുന്നു, അതിൻ്റെ ഭൂരിഭാഗവും ലോണായി നൽകുന്നു. അതുകൂടാതെ ബാക്കി തുകയെടുത്ത് ഇത്തരത്തിൽ പെർഫോമിംഗ് അല്ലാത്ത, അതാണ് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, കൃത്യമായി വരുമാനം ലഭിക്കാത്ത പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങിക്കൂട്ടാനും ഓഫീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും മാത്രമാണ് ഈ തുകകൾ ഉപയോഗിച്ചു പോന്നിരുന്നത്. സഹകരണ നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കാതെ ധൂർത്തും കെടുകാര്യസ്ഥതുമാണ് ഈ സ്ഥാപനത്തെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്. ഏകദേശം 10,000-ലധികം പേർ ഈ സ്ഥാപനത്തിൽ ഓഹരികളിൽ നിക്ഷേപം നടത്തിയിരുന്നു. അത്തരത്തിൽ നിക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലും പിൻവലിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നിട്ടും ഓരോ വർഷവും ഓഹരി മൂല്യം ഇടിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. 2019-20 കാലഘട്ടത്തിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് പോലും പുറത്തിറക്കിയിട്ടില്ല. ഓഡിറ്റ് പോലും ഈ സ്ഥാപനത്തിൽ നടത്തിയിട്ടില്ല. എന്തായാലും സ്ഥാപനം ഇപ്പോൾ തകർച്ചയിലാണ്. വീണ്ടും അതായത് 2014 മെയ്യിൽ ഇപ്പോഴുള്ള MS കുമാർ അടങ്ങുന്ന ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും ഒരാൾ പോലും ഈ ഭരണസമിതിയിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി മത്സരിക്കാൻ പോലും രംഗത്തെത്താത്ത സാഹചര്യമുണ്ട്. ഏതായാലും കൂടുതൽ കേസെടുത്ത് പോലീസ് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പുറത്തുവിട്ട വിവരങ്ങൾ സഹകരണ വകുപ്പിൻ്റെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ 65 എൻക്വയറി റിപ്പോർട്ടാണ്. ഇനി അടുത്ത എൻക്വയറിയിലേക്ക് കടക്കുകയാണ്. അതായത് 65 എൻക്വയറി റിപ്പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 68(1) ആണ്. അതിലേക്ക് കടക്കുമെന്ന് കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിലവിൽ പരാതികളുടെ എണ്ണം ഓരോ ദിവസം കൂടുന്ന സാഹചര്യത്തിൽ കേസുകളുടെ എണ്ണം 20 ഉയർന്നിട്ടുണ്ട്. 20 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിൽ കേസ് അന്വേഷണം പൂർണ്ണമായി ക്രൈംബ്രാഞ്ചിന് വിടാനാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ഇതിൻ്റെ നിക്ഷേപ തട്ടിപ്പിൻ്റെ വലിപ്പം, അതായത് നിശ്ചിത തുക വരെയുള്ള അന്വേഷണം മാത്രമേ പോലീസിന് നടത്താൻ കഴിയൂ. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് പോകണം. ആ രീതിയിൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൈമാറാനാണ് പോലീസിൻ്റെ തീരുമാനം. എന്തായാലും MS കുമാർ അടങ്ങുന്ന ഭരണസമിതി ഇതിന് ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ആ ന്യായങ്ങളൊന്നും നിലനിൽക്കാത്തതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ രേഖകൾ. കാരണം 2009 മുതൽ തന്നെ ബാങ്കിന്റെ ക്രമക്കേടുകൾ കുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങളാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.